നമസ്കാരം. എല്ലാവർക്കും ഗീതമ്മാസ് കിച്ചണിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു ഓണ പായസമാണ്. അതായത് ഇന്ന് പൂരാടം ആണ്. ഇന്നത്തേക്ക് നമുക്കൊരു സ്പെഷ്യൽ പായസം ഉണ്ടാക്കാം. അതായത് ഒരു പാലട പായസമാണ്. അത് വളരെ എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കാം എന്നാണ്. പാലടയൊക്കെ എല്ലാവരും എപ്പോഴും ഉണ്ടാക്കാറുള്ളതാണ്. പക്ഷേ അത് നമ്മൾ ഒരുപാട് പാടുപെട്ട് പാലൊക്കെ വറ്റിച്ച് എടുക്കണം. ഇത് ഇപ്പോൾ ഞാനിവിടെ 1 ലിറ്റർ വെള്ളം വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് ഒരു 150 ഗ്രാംസ് അടയാണ് ഇട്ട് കൊടുക്കുന്നത്. അടയെന്ന് പറഞ്ഞാൽ ഈ ചെറിയ സൈസ് അടയാണ്. അപ്പോൾ അത് ആ വെള്ളത്തിൽ കിടന്ന് ഒന്ന് തിളയ്ക്കണം. സാധാരണ നമ്മൾ പാലും വെള്ളവും കൂടെ ഒഴിച്ചിട്ട് പിന്നെ അത് വറ്റിച്ച് കുറുക്കി ഒരു ലൈറ്റ് പിങ്ക് കളറാകുന്ന വരെ കുറുക്കും. ഇത് ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല. അതിന് പകരം ഒരു ഈസി മെത്തേഡിലാണ് ചെയ്യുന്നത്. അപ്പോൾ ആ അട അതിനകത്തിട്ടു. ആ വെള്ളം നല്ലോണം തിളച്ചു. ഞാൻ തീ ഓഫ് ചെയ്തു കേട്ടോ. എന്നിട്ട് അതൊന്ന് മൂടി വെച്ചു. ഇനി അതൊരു അരമണിക്കൂർ അതവിടെ ഇരിക്കുമ്പോഴത്തേക്ക് ആ ചൂടിൽ ആ അട നന്നായിട്ട് വേകും. അത് കഴിയുമ്പം ആ അടയെടുത്ത് നമ്മൾ അരിപ്പയെ കൂടെ അരിച്ചെടുത്തിട്ട് അത് റണ്ണിങ് വാട്ടറിൽ പിടിച്ച് കഴുകി അതിൻ്റെ പശപ്പൊക്കെ കളഞ്ഞെടുത്തിരിക്കുന്നതാണിത്. ഇത്രയും അടയുണ്ട്. അതിൻ്റെ പശയെല്ലാം മാറി അഴുക്കും എല്ലാം മാറി നല്ല നീറ്റായി വെന്ത അടയാണത്. ഇനി നമുക്ക് പായസം ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനൊരു ഉരുളി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 2 ലിറ്റർ പാൽ അവിടെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. അത് ഞാൻ നേരത്തെ തിളപ്പിച്ച് വെച്ചതാണ്. ഇനി ആ അടയ്ക്ക് ഒരു 400 മുതൽ 500 ഗ്രാം വരെ പഞ്ചസാര വേണം. ആ പഞ്ചസാരയും ഞാനവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ആ പഞ്ചസാരയിൽ നിന്ന് ഒരു 2-3 സ്പൂൺ എടുത്ത് നമുക്കൊന്ന് കാരമലൈസ് ചെയ്യാം. പിന്നെ ഒരു കാര്യം കൂടെ, എല്ലാവരും അതേ പഞ്ചസാര കണ്ടല്ലോ, അതിൽ നിന്നൊരു 2-3 സ്പൂൺ എടുത്ത് നമുക്ക് കാരമൽ ചെയ്യാം. കാരമൽ ചെയ്യുമ്പം സാധാരണ നമ്മൾ ഈ കേക്കിനൊക്കെ വെക്കുന്ന പോലെ അത്രയും ബ്രൗൺ ആകണ്ട. ഒരു ലൈറ്റ് ഒരു ഗോൾഡൻ കളറാകുമ്പം നമുക്കത് സ്റ്റോപ്പ് ചെയ്യാം. അതിനകത്ത് വെള്ളം ഒഴിച്ച് കൊടുക്കാം. പിന്നെ എല്ലാവരും എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഓർത്തോണേ. ഈ കണ്ടുകൊണ്ടിരിക്കുന്നതിനിടയിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തുക. ഇതേ പഞ്ചസാരയൊക്കെ ഒരു ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇനി ഒരുപാട് കറുത്ത കളറാകാൻ നിൽക്കരുത്. അതിനു മുമ്പ് തന്നെ അതിനകത്തോട്ട് തിളച്ച വെള്ളം, നല്ല തിളച്ച ചൂടിലുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ആ വെള്ളം ഒഴിക്കുമ്പോൾ അല്പം പുകയും ചൂടും ഒക്കെ വരും. എന്നാലും കുഴപ്പമില്ല. അതങ്ങ് നമുക്ക് ലിക്വിഡാക്കി എടുക്കാം. പെട്ടെന്ന് തന്നെ അതങ്ങ് ലിക്വിഡാക്കി എടുക്കാം. ഇതേ കണ്ടോ, ആ പഞ്ചസാര കരിഞ്ഞതും ആ വെള്ളവും കൂടെ ചേർന്ന് ഇപ്പോൾ ഒരു ലൈറ്റ് ഗോൾഡൻ കളറായിട്ടുണ്ട്. ഒരു കട്ടൻ ചായയുടെയൊക്കെ അതിലും അല്പം കൂടെ നേർത്ത കളറാണ്. കാണാമല്ലോ. ഇനി അതിനകത്തോട്ട് നമുക്ക് പാലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ആ തിളച്ച പാലായതുകൊണ്ട് ഇതിനകത്തോട്ട് ഒഴിച്ചാലും കുഴപ്പമില്ല. പച്ചപ്പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ പിരിയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പാൽ നേരത്തെ ഒന്ന് തിളപ്പിച്ച് വെക്കുന്നത് നല്ലതാണ് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ അത് ഒരുമാതിരി വറ്റിയിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് പാലൊഴിച്ച് കൊടുക്കാം. പാലൊഴിച്ച് കൊടുക്കുമ്പം ഇപ്പോൾ കളർ വ്യത്യാസമൊന്നും അങ്ങനെ അറിയാനും മാത്രമില്ല. പക്ഷേ ഒരു നേരിയ ഒരു ബട്ടറിൻ്റെ ഒക്കെ പോലത്തെ ഒരു കളറ് ഉണ്ടതിന്. ഇനി ആ പാലും അതും എല്ലാം കൂടെ കിടന്ന് നല്ലോണം തിളയ്ക്കണം. ഓട്ടുരുളി ആയതുകൊണ്ട് ഇത് ചൂടായി വരാനൊക്കെ കുറച്ച് താമസമുണ്ട്. നല്ല കട്ടിയുള്ള ഓട്ടുരുളിയാണ്. ഇപ്പോൾ പിന്നെ പാല് തിളച്ചതായിരുന്നുകൊണ്ട് അത് വേഗം തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അട കുറേശ്ശെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ ഒരുമിച്ചിടരുത്. അപ്പോൾ അതങ്ങ് ഒരിടത്ത് കട്ടിയായിട്ട് കിടക്കും. കുറേശ്ശെ അങ്ങനെ വടിച്ചിട്ട് കൊടുക്കുക. ഈ പായസത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഒരുപാട് ചേരുവയൊന്നുമില്ല. ഇതിനാകെ ഉള്ളത് പാലും പഞ്ചസാരയും ഈ അടയും മാത്രമാണ്. അല്ലാതെ സാധാരണ നമ്മൾ പായസത്തിന് ചേർക്കുന്ന പോലെ ഏലക്കായോ ചുക്കോ ഇഞ്ചിയോ ജീരകമോ ഒന്നും വേണ്ട. നെയ്യോ
കശുവണ്ടി പരിപ്പോ മുന്തിരിങ്ങയോ അങ്ങനത്തെ ഒരു സാധനവും ആവശ്യമില്ല. ഈ പഞ്ചസാരയും പാലും അടയും മാത്രം മതി. പഞ്ചസാര ഇതിപ്പം നല്ല മധുരം കാണും, മധുരം അല്പം കുറവ് മതിയെന്നുള്ളവർക്ക് കുറച്ചുകൂടെ കുറവ് പഞ്ചസാര ഇട്ടാൽ മതി കേട്ടോ. ഇതിപ്പോൾ ഓണം പ്രമാണിച്ച് എല്ലാവരും പായസം കുടിക്കാൻ നോക്കിയിരിക്കുമ്പം ഒരു പെർഫെക്റ്റ് പായസം വേണമല്ലോ, അതുകൊണ്ടാണ് ഞാനിത് ഇങ്ങനെ എടുത്തത്. ഇനി ഇതിനകത്തൊന്നും പ്രത്യേകിച്ച് ചെയ്യാനൊന്നുമില്ല. ഇത് ഒരു 1/4 സ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ. ഇനി ഇതിനകത്ത് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. ഇതെല്ലാം പായസം ഇപ്പോൾ റെഡിയാണ്. ഇപ്പോൾ ഇങ്ങനെ വേണേലും നമുക്ക് കുടിക്കാം. എന്നാൽ കുറച്ചുകൂടെ ഒന്ന് വറ്റുന്നതാണ് നല്ലത്. ഒരല്പം കൂടെ കിടന്ന് വറ്റിക്കോട്ടെ. വറ്റിയിട്ട് ആ അടയും ആ പാലും കൂടെ നല്ല പോലെ ഒന്ന് കുറുകി സെറ്റായി വരണം. ഇതിനിപ്പോൾ ഒരു ലൈറ്റ് കളറും ഉണ്ട്, ആവശ്യത്തിന് കളറും ഉണ്ട്. പിന്നെ ഇന്ന് പൂരാടമാണ്, എല്ലാവരും ഓണത്തിൻ്റെ തിരക്കിലൊക്കെ ആയിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഓണാശംസകൾ നേരത്തെ തരികയാണ്. അപ്പോൾ എല്ലാവരും ഇത് അല്പം കൂടെ വറ്റിയാൽ മതി. ഒരു 10 മിനിറ്റ് കൂടെ കഴിയുമ്പോൾ ഓഫ് ചെയ്യാം. താങ്ക് യു.